ഇത് സാധാരണ കൊറോണയൊക്കെ പോലെ വായുവിലൂടെ മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരില്ല. പക്ഷേ പകരാൻ സാധ്യതയുള്ള രീതികൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരാം. വായുവിലൂടെ തന്നെ, അതായത് അടച്ചിട്ട റൂം വൃത്തിയാക്കുമ്പോൾ, കുറേ നാളായി വൃത്തിയാക്കാതെ കിടക്കുന്ന പറമ്പൊക്കെ വൃത്തിയാക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന എലികളുടെ വിസർജ്യങ്ങൾ, അതായത് യൂറിനാകാം, എന്തുമാകാം, അത് ഉണങ്ങി പൊടിയുമായി മിക്സായി അത് ശ്വസിക്കുന്നതിലൂടെ നമുക്ക് ഈ ഒരു വൈറസ് ഉള്ളിൽ കിടക്കാൻ സാധ്യതയുണ്ട്. രണ്ടാമത്, ഇത് നേരിട്ടുള്ള സമ്പർക്കമാണ്. ഇവയുടെ വിസർജ്യങ്ങളുമായി നമ്മൾ കണക്റ്റ് ആയിക്കഴിഞ്ഞാൽ, ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ, അതേ കൈ ഉപയോഗിച്ച് നമ്മൾ കയ്യോ വായോ അല്ലെങ്കിൽ കണ്ണൊക്കെ തൊടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു രോഗം പകരാനുള്ള സാധ്യത കൂടുതലാണ്. പിന്നീട് ഭയങ്കര റയറായിട്ടുള്ളൊരു കാര്യമാണ്, ഈ ഒരു വൈറസ് ബാധിച്ച എലിയുടെ കടിയേൽക്കുകയാണെങ്കിലും ഈ ഒരു അസുഖം നമ്മുടെ ശരീരത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട്. ഈ ഒരു അസുഖം ബാധിച്ചാൽ അല്ലെങ്കിൽ ഈ ഒരു വൈറസ് നമ്മുടെ ശരീരത്ത് പ്രവേശിച്ചു കഴിഞ്ഞാൽ എത്ര നാളിനുള്ളിൽ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങാം എന്ന് നോക്കാം. 1 മുതൽ 8 ആഴ്ച വരെ. അതായത് ഈ ഒരു വൈറസ് നമ്മുടെ ശരീരത്തിൽ കടന്ന് ആദ്യത്തെ ലക്ഷണം പ്രകടമാക്കാൻ ഇത്രയധികം ദിവസങ്ങൾ എടുക്കാൻ സാധ്യതയുണ്ട് എന്നാണ് പറയപ്പെടുന്നത്.